എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, ഗ്ലാസ് പുഡിംഗ്. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ ഇതുപോലെ തന്നെയാണോ ചെയ്യുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് നേരം കുതിർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്നിടം വരെ ബോയിൽ ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചെറു തീയിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ അടുപ്പിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കണം. തേങ്ങാവെള്ളത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഇപ്പോൾ തേങ്ങാവെള്ളത്തിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ അപ്പുറത്ത് അടുപ്പിലും ശ്രദ്ധിക്കണം, ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ആ അടുപ്പിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാവെള്ളത്തിനും ചൈന ഗ്രാസിനും ഒരേ ചൂട് വേണം, രണ്ടും കൂടി മിക്സ് ചെയ്യണ സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് അത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങാവെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കാൻ നിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഒരു തിളച്ചാൽ മതി, അധികം തിളപ്പിക്കണ്ട. ഞാനിവിടെ പ്ലെയിൻ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, അതിൽ നിന്ന് 4 ഗ്രാം എടുത്തു. നിങ്ങൾക്ക് ജെലാറ്റിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ചൈന ഗ്രാസിന് പകരം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ ജെലാറ്റിൻ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിച്ചിട്ടൊഴിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ഗ്ലാസ്സാണ്, വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മുട്ടയൊക്കെ വരുന്ന ആ കവറുണ്ടല്ലോ, അതിൽ ഇങ്ങനെ ചെരിച്ചിട്ട് വയ്ക്കുക. ഒന്നല്ലെങ്കിൽ ഐസ് ട്രേ എടുത്തിട്ട് അതിൽ വെച്ചാലും മതി, എങ്ങനെയാണെങ്കിലും ഇതുപോലെ ചെരിച്ച് വയ്ക്കണം, അത്രേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതായിട്ട് ചൂടാറാനായിട്ട് നിൽക്കണ്ട, അപ്പോൾ കട്ടിയായി പോവും. ഇത് ഈ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ ഒരു മഗ്ഗിലേക്കും കൂടി ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത ലെയറിനുള്ള ഇത് ചെയ്യാം. ഇത് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിപ്പാൽ എടുക്കണം കേട്ടോ, തലപ്പാലെന്ന് പറയില്ലേ, അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക. അപ്പോൾ അതൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കണം. അതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്, കാരണം തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. അത് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചരിച്ച് വെച്ചതുകൊണ്ടാണ് അത് ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതല്ലാതെ നിങ്ങൾക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഏത് ബൗളിലേക്ക് ഒഴിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ മറ്റേ തേങ്ങാപ്പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായി തണുത്ത് വന്നപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മറ്റേ ഭാഗം പോലെ ഇത് കട്ടിയായിട്ട് വരില്ല. നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ആ ഷേപ്പിലത് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിൽ ഒരിക്കലും വയ്ക്കരുത്, താഴെ തട്ടിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കോൺഫ്ലോർ ചേർത്തേക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ നിന്ന് കോരി കഴിക്കാനാണ് നല്ലത്. ഇതിങ്ങനെയും വേണമെങ്കിൽ സെർവ് ചെയ്യാം.
ഇതാ കപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ. സ്പൂൺ ഇറങ്ങി പോകുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ കുറുകിയ ഭാഗവും കൂടി ചേർത്തിട്ട് ആണ്, രണ്ടും കൂടി ചേർത്ത് അങ്ങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.